നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന എക്സ്ട്രാ ടിപ്പുകൾ പറഞ്ഞു തരികയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന എക്സ്ട്രാ ടിപ്സുകളാണിത്. ഇത് നിങ്ങളുടെ ലൈഫിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, പ്ലാൻ റൈറ്റ് ഡോക്യുമെന്റ്. നിങ്ങൾ എന്ത് പ്രൊജക്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിലും അതിനു മുൻപ് നന്നായിട്ട് പ്ലാനിങ് നടത്തണം. നന്നായിട്ട് പ്ലാൻ ചെയ്യണം. എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്, അത് എത്ര സമയത്തിനുള്ളിൽ വേണം, ഏത് രീതിയിൽ നിങ്ങൾക്ക് വേണം, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തണം, ഏതെല്ലാം രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകും, നിങ്ങൾ അത് കംപ്ലീറ്റ്ലി പ്ലാൻ ചെയ്യണം. അത് എഴുതി വെക്കണം. യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. 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 ഐ ആം സ്ട്രെസ്സിങ് ഇറ്റ് again and again and again and again. You have to write it out and you have to finally you have to make it as a document. നിങ്ങൾ എന്ത് ചെയ്യണം, അതൊരു ഡോക്യുമെന്റ് ആക്കി, ഒരു രേഖയാക്കി മാറ്റണം. അത് ടൈപ്പ് ചെയ്ത് നിങ്ങളതൊരു പ്ലാൻ ആക്കിയിട്ട് ഒരു ബുക്ക് പോലെ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് രൂപത്തിൽ അതിനെ ആധികാരികമായ ഒരു രേഖയാക്കി നിങ്ങൾ വെക്കണം. എന്താണ് നിങ്ങൾക്ക് വേണ്ട റിസൾട്ട്, അതെന്ത് ആക്ടിവിറ്റി ആണെങ്കിലും ഇറ്റ് ഷുഡ് ബി റിട്ടൺ. അത് സാധാരണക്കാരൻ ചെയ്യോ? യെസ് ഓർ നോ ചെയ്യോ? പ്ലാനിങ് അവനുണ്ടോ? ഇല്ല. എഴുതി വെക്കുന്ന സ്വഭാവനുണ്ടോ? അവൻ മടിയനാണ്, എഴുതൂല. ഡോക്യുമെന്റ് ചെയ്യോ? ഇല്ല, അവനത് അറിയില്ല. So you have to plan, write, document. Learn, unlearn, relearn. നിങ്ങൾ പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, പഠിച്ചത് മറക്കണം. ഇതുവരെ എത്തിച്ചത് ചിലപ്പോൾ അത് മാത്രം മതിയാവില്ല. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വിചാരിക്കരുത്. യു ഹാവ് ടു റീലേൺ. പഠിക്കണം, പഠിച്ചത് മറക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, റീലേൺ ചെയ്യുക. മറക്കുക എന്നതിനർത്ഥം എന്താ വെച്ചാൽ ഇപ്പം അത് ആവശ്യമുണ്ടാവില്ല, അത് തൽക്കാലം മാറ്റിവെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പുതിയത് പഠിക്കുക. പഠിച്ചിട്ട് എന്ത് ചെയ്യുക, അടുത്ത് അപ്ഡേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് വരിക. Then next, invest time, money, effort. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ടൈം, മണി, എഫോർട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് പണം. അധികം ആൾക്കാരും ബാക്കിൽ പോവുക പണം ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്താണ്. പണം ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്ത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം വെച്ചാൽ നിങ്ങളുടെ സമയവും നിങ്ങൾ ക്വാളിറ്റി കാര്യങ്ങളിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ശ്രദ്ധിക്കുക, ഞാൻ ഈ പറയുന്ന കാര്യം, സ്മാർട്ട് വർക്കിങ്ങിൻ്റെ കാര്യം ഇതാണ്. സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാത്തിലും കൊണ്ടുപോയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യരുത്. എല്ലാത്തിലും കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ എഫോർട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്, നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യരുത്. ഓൺലി ഡു ഇറ്റ് വിച്ച് ഗിവ്സ് യു ക്വാളിറ്റി റിസൾട്ട്. 80-20 പ്രിൻസിപ്പിൾ പ്രകാരം ക്വാളിറ്റി റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. സ്പെസിഫിക് നോളജ് മാത്രമേ നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ. അതിനു വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഫ്രീ ആയിട്ട് കിട്ടുന്ന യൂട്യൂബിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പഠിക്കേണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയും എത്താൻ കഴിയില്ല. ദാറ്റ്സ് നോട്ട് ഇനഫ്. അത് പഠിച്ചോളൂ ബോണസ് ആയിട്ട്. പക്ഷേ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ ടൈം എന്ത് ചെയ്യുക, സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്റൻഷണൽ ലേണിംഗ് ആയിരിക്കണം, ആക്സിഡന്റൽ ലേണിംഗ് ആയിരിക്കരുത്. എന്താണ് ആക്സിഡന്റൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ? ചുമ്മാ യൂട്യൂബിൽ കയറുന്നു, ചുമ്മാ കാണുന്നു. ടൈം വേസ്റ്റിംഗ്. യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. യു ആർ നോട്ട് ഫോക്കസിങ്. യു ഡോണ്ട് ഹാവ് എ ഇന്റൻഷൻ ടു ലേൺ. അതിനെ പഠിച്ച് അത് അപ്ലൈ ചെയ്യണം എന്നുള്ള ഇന്റൻഷൻ ഇല്ല. ചുമ്മാ അങ്ങനെ കേട്ടിരിക്കുക. അതിന് വേണ്ടിയിട്ട് ലേൺ ചെയ്യരുത്. യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ whatever that you are learning. So it should be serious. അപ്പോൾ അതുകൊണ്ട് തന്നെ പെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. സാധാരണക്കാരൻ എവിടെ കാണും? യൂട്യൂബിൽ കാണും. സാധാരണക്കാരൻ യൂട്യൂബിൽ കയറും, അതിൽ കയറിയിട്ട് ഇങ്ങനെ ചുമ്മാ ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇന്റൻഷണൽ ആയിട്ടുള്ള ഡീപ്പ് ലേണിംഗ് ഇവരെടുക്കില്ല. സോ യു ഹാവ് ടു ഡു ഡീപ്പ് ലേണിംഗ് നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തേ പറ്റും. ഫോർ ദാറ്റ് യു ഹാവ് ടു ഇൻവെസ്റ്റ് ടൈം, മണി, ദെൻ എഫോർട്ട്. നിങ്ങളുടെ എഫോർട്ട് അതിലേക്കായിരിക്കണം എടുക്കുന്നത്. സ്പെസിഫിക് നോളജ് വർദ്ധിപ്പിക്കാൻ പാടുള്ളൂ. സ്പെസിഫിക്, ഞാൻ പറയുകയാണ് വീണ്ടും ആവർത്തിച്ച് ബി സ്പെസിഫിക്. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ഗോളുമായി ബന്ധപ്പെട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, പണവും അതേപോലെ തന്നെ കാര്യം. ചുമ്മാ ചെയ്ത് നോക്കാൻ വേണ്ടി ചെയ്യരുത്. ഞാൻ ഈ ഒരു അടിപൊളി ഒരു കോഴ്സ്, ഒരു പരസ്യം കണ്ടു, ഞാൻ ചെയ്യണോ, അത് ചെയ്തു നോക്കാം, ചിലപ്പോൾ എനിക്ക് അല്ല. ആദ്യം ചോദിക്കണം, ഇന്റൻഷൻ നമ്മൾ സ്വയം ചോദിക്കുക, ഇതെനിക്ക് വേണ്ടതാണോ? അതിന് വേണ്ടി ആ ചോയ്സ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞില്ലേ, പ്ലാൻ, റൈറ്റ്, ഡോക്യുമെന്റ്. അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഞാൻ ഏതെല്ലാം കോഴ്സുകൾ ചെയ്യും അത് പ്ലാൻ ചെയ്യണം, അത് റൈറ്റ് ചെയ്യണം. അതിൻ്റെ ആ കോഴ്സ് എനിക്ക് ഓരോ കോഴ്സുകളും എനിക്ക് എന്ത് റിസൾട്ട് തരണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടാക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ക്ലിയർ ആണല്ലോ? ഇസ് ഇറ്റ് ക്ലിയർ?